ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ തുടർച്ചയായി ചിന്തിച്ചു വരുന്ന 7 അടിസ്ഥാന ഉപദേശങ്ങൾ അപ്പസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ശ്രദ്ധിക്കുകയുണ്ടായല്ലോ. അതിൻ്റെ അവസാന ഭാഗമായ പ്രാർത്ഥന എന്ന വിഷയത്തെ ആധാരമാക്കി നമുക്ക് തിരുവചന വെളിച്ചത്തിൽ ചിന്തിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണല്ലോ. എന്നാൽ പലതും ശ്രദ്ധിക്കാതെ പോകുന്ന പല വിഷയങ്ങളും ഇതിനകത്തുണ്ട് എന്നതും സത്യമാണ്. എൻ്റെ ഓർമ്മയിലും ചിന്തയിലും പഠനത്തിലും പുതിയ നിയമത്തിൽ ആദ്യമായി പരാമർശിക്കപ്പെടുന്നത് പ്രാർത്ഥന എന്ന വിഷയത്തെപ്പറ്റി പരാമർശിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 44-ാം വാക്യമാണ് എന്നാണ് തോന്നുന്നത്. അവിടെ യേശുക്രിസ്തു തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. 45-ാം വാക്യത്തിലേക്ക് കയറി വരുമ്പോഴാണ് അത് കാണുന്നത്. ബാക്കിയുള്ള ഭാഗവും ദൈവം വായിച്ച് ധ്യാനിക്കണമെന്ന് പറഞ്ഞ് ആ ഭാഗം വിടുകയാണ്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിന് പുത്രന്മാരാകണമെങ്കിൽ നാം ശത്രുക്കളെ സ്നേഹിക്കുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്. വളരെ ഗൗരവമേറിയ ഒരു ചിന്തയാണ്. അത് വിശദീകരണം ആവശ്യമില്ലാത്തതുകൊണ്ട് വളരെ സ്പഷ്ടമായ ഒരു വിഷയമായതുകൊണ്ടും ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമുക്ക് ദൈവമക്കളായവർക്ക് ആർക്കും ശത്രു എന്ന ഒരു വ്യക്തി ഇല്ല. ശത്രുക്കളെ സ്നേഹിക്കുകയും അവരുടെ ബലഹീനതകളെ താങ്ങുകയും അവരെ സഹായിക്കുകയും ചെയ്യുവാനുള്ള കർത്താവിൻ്റെ പ്രബോധനം ജീവിതത്തിൽ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആത്മാർത്ഥമായി നമുക്ക് ശ്രമിക്കും. വീണ്ടും മത്തായിയുടെ സുവിശേഷം തന്നെ 6-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെ പറ്റി അതിൻ്റെ 5-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന ഭാഗം നമുക്കറിയാമല്ലോ. അവിടെ അതിൻ്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. അതിനുശേഷമാണ് നമ്മൾ വളരെ പരിചിതമായ യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന തുടർന്ന് കർത്താവ് പഠിപ്പിക്കുന്നത്. നമുക്ക് ആ വാക്യത്തിലൂടി ഒന്ന് വേഗത്തിൽ ധ്യാനിക്കുന്നത് നല്ലതാണല്ലോ. അതിൻ്റെ 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരേണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതല്ലോ. ഇവിടെ ഈ പ്രാർത്ഥന എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെ അവര് പള്ളികളിലും വീടുകളിലുമൊക്കെ ദൈനംദിനം പ്രാർത്ഥിക്കുകയും ഓർക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിൽ ഈ പ്രാർത്ഥന പറയുന്നതിൽ ഈ തരത്തിലുള്ള ഒരു പ്രാർത്ഥന ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശുദ്ധ അസംബന്ധമാണ്. യേശുക്രിസ്തു പഠിപ്പിച്ചതായ, യേശുക്രിസ്തു നമുക്ക് മാതൃക നൽകിയിരിക്കുന്നതായ ഈ പ്രാർത്ഥനയേക്കാൾ ഉത്കൃഷ്ടമായ ഒരു പ്രാർത്ഥന വേറെ എന്തുള്ളൂ? അതിൻ്റെ ആഴവും അതിൻ്റെ അർത്ഥവും തിരിച്ചറിഞ്ഞ് ദൈവജനം ഈ പ്രാർത്ഥന വെറുതെ ചൊല്ലുകയല്ല, കാണാതെ പഠിച്ചിട്ട് വെറുതെ ഇങ്ങനെ അങ്ങ് ചെല്ലുന്ന രീതിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥനയുടെ അന്തസത്ത ഉൾക്കൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ മാതൃകയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവജനം ശ്രദ്ധിക്കണമേ എന്ന് വിശേഷാൽ ഓർപ്പിക്കുകയാണ്. അതിനകത്ത് നിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവജനം
എത്രമാത്രം ചിന്തിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. വാസ്തവത്തിൽ നമുക്കറിയാമല്ലോ, ദൈവം ഈ ഇന്ന് കാണുന്ന ആകാശവും ഭൂമിയും ഒക്കെ മാറ്റി പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുമെന്ന് തിരുവചനത്തിൽ അസന്നിഗ്ധമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് പഴയ നിയമത്തിലാണെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65, 66 അധ്യായങ്ങളിൽ കൃത്യമായി ഇതിനെപ്പറ്റിയുള്ള പരാമർശം കാണും. വിശേഷാൽ 66 അധ്യായത്തിൽ വളരെ സ്പഷ്ടമായിട്ട് കർത്താവ് അതിനകത്ത് രേഖപ്പെടുത്തിയ ഭാഗങ്ങളുണ്ട്. പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ ഇതിന്റെ പരാമർശം നമുക്ക് വ്യക്തമായിട്ട് കാണാം. അതിലുപരിയായിട്ട് ഏറ്റവും സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം അതിന്റെ 19-ാം അധ്യായത്തിലേക്ക് വന്നാൽ നമുക്ക് കൃത്യമായിട്ട് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം ദൈവജനം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ 19-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ദൈവജനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 19:6 അതിലിങ്ങനെയാണ് പറയുന്നത്. 6-ാം അധ്യായം 19-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ! സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. ഇവിടെ സർവശക്തനായ ദൈവത്തിന്റെ രാജത്വം വന്നിരിക്കുന്നു എന്ന് പറയുക. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഒന്നുകൂടി സ്പഷ്ടമായി കാണുന്നത് വെളിപ്പാട് പുസ്തകം തന്നെ 21-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. ഇതാണ് ദൈവരാജ്യത്തിന്റെ സമ്പൂർണമായ അനുഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രാജ്യം വരാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ദൈവജനത്തെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിന്റെ പിന്നിലുള്ള വിഷയം എന്നും എനിക്ക് തോന്നുന്നു. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലും ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ആവർത്തിക്കുന്നുണ്ടല്ലോ. ശിഷ്യന്മാർ ചോദിച്ചു, ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ്? അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ. ഈ നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മളിപ്പോൾ അല്പം മുൻപ് മുകളിൽ ചിന്തിച്ചതുപോലെ, അതായത് സർവശക്തനായ ദൈവം രാജ്യത്വമേറ്റിരിക്കുകയും ഇന്ന് കാണുന്ന ഈ ആകാശവും ഭൂമിയും മാറി പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിച്ച് അതിൽ ദൈവവും ദൈവത്തിലെ മക്കളായ നമ്മൾ ഒന്നിച്ചു വസിക്കുന്ന വാഴുന്ന മനോഹരമായ ആ അനുഭവത്തിന് വേണ്ടിയാണ് നമ്മുടെ മത്തായിയുടെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നല്ലോ, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു, മുട്ടുന്നവർക്ക് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുന്നുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ഈ വാക്യം ദൈവജനമേ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ തന്നെയാണ്. അവിടെ എനിക്ക് തോന്നുന്നത് ഈ യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിക്കുക എന്ന് പറയുന്ന പദം വളരെ ഗൗരവം. എന്താ നമ്മൾ അന്വേഷിക്കുന്നത്? സത്യദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന ഒരർത്ഥമാണ് എനിക്കിവിടെ തോന്നുന്നത്. നമുക്കറിയാം, നമ്മുടെ സങ്കീർത്തനം 27-ാം അധ്യായത്തിൽ
അവന്റെ മുഖം അന്വേഷിപ്പിനെന്ന് കൽപ്പന വന്നുവെന്ന് പറയുന്നു എന്ന വാക്യമുണ്ടല്ലോ. ആ കൽപ്പന ദൈവത്തെ സത്യമായി അന്വേഷിക്കണം. അന്വേഷിക്കാൻ നമ്മൾ എങ്ങും പോകണ്ട. റോമാലേഖനം 1-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് ദൈവത്തെ അറിയാനുള്ളത് മുഴുവൻ ദൈവം ഈ പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അത് തിരിച്ചറിയാൻ കഴിയാതെ അന്ധത ബാധിച്ച ജനം അവിടെ ഇവിടെയും ദൈവത്തെ തപ്പി നടക്കുക. ഇവിടെയാണ് വിഷയം. ഈ അന്വേഷണ ബുദ്ധി ഉണ്ടെങ്കിൽ, ദൈവത്തെ വാസ്തവമായി അറിയാൻ ഹൃദയപൂർവ്വം ആഗ്രഹമുണ്ടെങ്കിൽ, നിലവിളിച്ചാൽ ഹൃദയപൂർവ്വം ദൈവത്തോട് അങ്ങയുടെ ശക്തിയും അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ തിരുഹിതവും എനിക്ക് വെളിപ്പെടുത്തണമേ നിലവിളിച്ചാൽ ദൈവം അത് വെളിപ്പെടുത്തുമെന്നാണ് കർത്താവ് പറഞ്ഞ ഈ ഭാഗത്തിലൂടെ എനിക്ക് തോന്നുന്നത്. അപ്പൊ യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവിൻ, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. ഈ വാക്യം വെച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ചു പൊളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, ഉപസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. കിട്ടുമെന്ന വ്യാഖ്യാനങ്ങളൊക്കെ ദുർവ്യാഖ്യാനങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതല്ല നമുക്ക് വേണ്ടത്. അതിന്റെ തെളിവ് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവ് ഈ വാക്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നുണ്ടല്ലോ. അവിടെ 13-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കും എന്ന് വിശദീകരിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം നന്മ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പരിശുദ്ധാത്മാവ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവെന്ന ദാനത്തിന് വേണ്ടി, പരിശുദ്ധാത്മ അറിവിന് വേണ്ടി, പരിശുദ്ധ ശക്തിക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ആഴമായി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് തൽക്കാലം ഞാൻ ആ ഭാഗം വിടുകയാണ്. മത്തായിയുടെ സുവിശേഷം തന്നെ 9-ാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ടല്ലോ: കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരയക്കേണ്ടതിന് യാചിപ്പിനെന്ന് കർത്താവ് പറഞ്ഞൊരു ഭാഗം പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ കാണുന്ന വാക്യമാണല്ലോ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സബ്ജക്റ്റ് കർത്താവ് അവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. അതായത് സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇത് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ ആ ഭാഗം കാണാൻ നമുക്ക്. അതിനോടുള്ള ബന്ധത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം അതിന്റെ 25-ാം വാക്യത്തിൽ കാണും. മർക്കോസ് 11-ന്റെ 25-ാം വാക്യം: നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. ഈ വാക്യം ഗൗരവമായി കാണണം ദൈവമക്കളെ. മലകളെ നീക്കാൻ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ള ഈർഷ്യം പകയും വിദ്വേഷമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഫലപ്രദമാകത്തില്ല നമ്മുടെ പ്രാർത്ഥന എന്നുള്ള സന്ദേശം യേശുക്രിസ്തു ഇവിടെ നൽകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ആ ഭാഗം കൂട്ടി വായിക്കൂ. ദൈവജനം അതിനെപ്പറ്റി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യൂ. പരിശുദ്ധാത്മാവ് അതിനകത്ത് കൃത്യമായ ഒരാശയം നൽകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം തന്നെ 26-ാം അധ്യായത്തിന്റെ 36 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് നമുക്കൊരു കാര്യം കാണാൻ കഴിയും. യേശു അവരുമായി ഗത്സമന എന്ന തോട്ടത്തിൽ വന്ന ശിഷ്യന്മാരോട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിനെന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. പത്രോസിനെയും സബദേപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കമിഴ്ന്നു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിക്കളയണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ബാക്കിയുള്ള ഭാഗങ്ങൾ ദൈവനെ ചേർന്ന് വായിച്ചോ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ കർത്താവായ യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു പ്രത്യേക വാക്യം, ഞാൻ ഇച്ഛിക്കും പോലെയല്ല പിതാവേ, അവിടുത്തെ തിരുഹിതം പോലെ നിവർത്തിക്കട്ടെ എന്ന് പറയുന്ന പ്രാർത്ഥന. ഇത് വാസ്തവത്തിൽ നമ്മുടെ ദൈനംദിന പ്രാർത്ഥനകളിൽ ദൈവഹിതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരനുഭവം ഉണ്ടാകാനൊരു മാതൃകയായിട്ട് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട്
പലപ്പോഴും പല താല്പര്യങ്ങളും ഇഷ്ടങ്ങളും നമുക്കുണ്ടായേക്കാം. എന്നാൽ ആ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ആ ഇഷ്ട നിവർത്തി ദൈവഹിതപ്രകാരമായിരിക്കണമേ എന്നുകൂടി ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. യോഹന്നാനിലെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന ആലാസന വിളിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണാമല്ലോ. 41-42 വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട്, അവൻ ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കയ്യും ചീല കൊണ്ട് കെട്ടിയിരുന്നു, മുഖംറുമാൽ കൊണ്ട് മൂടിയുമിരുന്നു. പക്ഷെ നമുക്ക് അതിന് തൊട്ട് മുൻപ് യേശുക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു ശൈലിയും കൂടെ നമുക്ക് അവിടെ കാണാവുന്നേ. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ പ്രാർത്ഥനയെ പറ്റി കർത്താവ് പറയുന്ന വാക്യം ശ്രദ്ധിക്കുക. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും എന്ന് യേശുക്രിസ്തു പറയുന്ന തിരുവചന ഭാഗം നമുക്കാണ്. 16:23 സമാനമായത് എന്ന് കാണാം. നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇങ്ങനെ കർത്താവ് അവിടെയും പറയുന്നു. 17-ാം അധ്യായം ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും സുപരിചിതമായ വളരെ ഗൗരവമേറിയ ഒരു പ്രാർത്ഥന കർത്താവ് നടത്തുന്നതായിട്ട് കാണാൻ കഴിയും. അതിൻ്റെ 1 മുതൽ അവസാനം വരെ, അത് 26-ാമത്തെ വാക്യം വരെ കർത്താവ് പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രാർത്ഥന ദൈവജനം വളരെ ശ്രദ്ധിച്ച് ധ്യാനിച്ച് വായിക്കണമേ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. നമുക്കറിയാം, അപ്പസ്തോലപ്രവൃത്തി അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ തിരുവചനത്തിൽ പല കാര്യങ്ങളും കർത്താവായ യേശുക്രിസ്തു പറയുന്നതായിട്ട് നമുക്ക് ഒന്നിൻ്റെ അതിൻ്റെ 4-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിപ്പാൻ യേശുക്രിസ്തു പറഞ്ഞ വാക്യം നമുക്ക് വായിക്കാൻ കഴിയും. 2-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് അവർ കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവരുടെ മേൽ വന്ന മഹാസംഭവത്തെ 2-ാം അധ്യായത്തിൽ വിശദമായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും. ദൈവജനം ആ ഭാഗമെല്ലാം വായിച്ച് ധ്യാനിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒരിക്കൽ പത്രോസും യോഹന്നാനും 9 മണി നേരം പ്രാർത്ഥനാ സമയത്ത് 9 മണി പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, ബാക്കി ഭാഗം നമുക്ക് ഞാൻ ഒരു കാര്യം മാത്രം സ്പെസിഫിക്കാനാണ് വായിക്കുന്നത്. 9 മണി നേരം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്കൊരു സമയം, കൃത്യമായ സമയം. ആ സമയത്ത് അവർ ദൈവാലയത്തിലേക്ക് ചെന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ സങ്കീർത്തനം, ഈ സങ്കീർത്തന പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് സമയം, അതായത് 55-ാം സങ്കീർത്തനം ദാവീദ് രചിച്ച സങ്കീർത്തനത്തില് അതിൻ്റെ 17-ാം വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്ന രീതി എഴുതിയിട്ടുണ്ട്. വൈകിട്ടും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അപ്പോൾ ആ വാക്യവും ദൈവജനം അതിനോട് ചേർത്ത് വായിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അതുപോലെ സമയനിക്ലിപ്തതയോടെ പ്രാർത്ഥിക്കുന്ന ദാനിയേലിന്റെ ചരിത്രം ദൈവജനത്തിന് സുപരിചിതമാണ്. അതിൻ്റെ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിനെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. ആ വാക്യം ദൈവജനമേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. താൻ ചെയ്തു വന്നിരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പോന്നു എന്ന് ദാനിയേൽ പറയുക. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയവരൊക്കെ നമുക്കറിയാമല്ലോ. ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ കൃത്യമായ ചില വിഷയങ്ങൾ അതിനകത്തുണ്ടല്ലോ. അതിൽ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിനകത്ത് അതിൻ്റെ കഴിയുമെങ്കിൽ നിങ്ങൾ 24 മുതലുള്ള വാക്യങ്ങൾ, 4-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ വളരെ ഗൗരവമായി പ്രാർത്ഥനയോടെ വായിച്ച് അവസാനം ധ്യാനിക്കണമേ എന്ന് പറഞ്ഞ് ആ ഭാഗവും ഇടുകയാണ്. അത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് ഒത്തിരി ചിന്താവിഷയങ്ങൾ നമുക്കുണ്ട്. വളരെ ചിന്തനീയമായ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് 31 വരെയുള്ള വാക്യങ്ങൾ, 22, 23 മുതൽ 24-ാം വാക്യം മുതൽ 31-ാം വാക്യം വരെ ദയവ് ചെയ്ത് പ്രാർത്ഥനയോടെ പരിശുദ്ധ നിറവിൽ വായിച്ച് ധ്യാനിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്.
വീണ്ടും നമുക്ക് അതിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ കാണാം. കൊർന്നേലിയോസ് എന്ന പരിശുദ്ധാധിപൻ തന്റെ പ്രാർത്ഥനാ സമയം കൃത്യതയോടെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ദൈവം തന്നോട് ഒരു പ്രദർശനം കാണിച്ചു കൊടുത്ത വിഷയം അതിൻ്റെ 10-ന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ. അവിടെ അവൻ ഭക്തനും തന്റെ സകലഗ്രഹത്തോടുകൂടി ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുകയും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോകുന്നു. ആ മനുഷ്യൻ ആ കൃത്യസമയത്ത് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ആ അധ്യായത്തിൽ തന്നെ വിശദമായിട്ട് പറയുന്നത് എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ പോയി. അപ്പോൾ ദർശനത്തിൽ ദൈവം ഇടപെട്ട ഭാഗത്തെ തിരുവചനത്തിൽ നമുക്ക് അവിടെ കാണാൻ കഴിയും. 9-ാം മണി നേരത്തെ പ്രാർത്ഥനയ്ക്ക് പോയത്. അപ്പോൾ ഈ സമയക്ലിപ്തയോടെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗൗരവമേറിയ, വളരെ അനുകരണീയമായ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. പിന്നെ നമുക്ക് റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിലേക്ക് വന്നാൽ വളരെ ഗൗരവമായ ചില വിധികൾ അവിടെ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 26-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 26 റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം ഇങ്ങനെ വായിക്കും. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാതെ നിരക്കാൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. ഈ വാക്യങ്ങൾക്ക് ദൈവജന സുപരിതമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. വളരെ പ്രാർത്ഥനയുടെ ഭാഗങ്ങളെ വായിക്കൂ. അതിലെ 34-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ശിക്ഷ വിധിക്കുന്നതാ ക്രിസ്തുവേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ഈ വാക്യവും ഇതിന്റെ അർത്ഥവും ദൈവജനത്തിന് നന്നായിട്ട് അറിയാമല്ലോ. ഞാൻ അതിലേക്കും അധികം കിടക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് നമുക്ക് എഫേസ്യ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ എല്ലാവർക്കും സുപരിതമായ ഒരു ഭാഗമാണ്. അതായത് നമുക്ക് എന്താ പറയുക, ദൈവത്തിലെ സർവായുധവർഗം ധരിക്കാൻ അപ്പോസ്തലൻ ജനത്തെ ഉപദേശിക്കുമ്പോൾ അതിന്റെ 18-ാം വാക്യത്തിൽ പറയാണ്: സകല പ്രാർത്ഥനയാലും യാതനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനം ഈ എഫേസ്യ ലേഖനം 6-18. ദൈവത്തിന്റെ ഒരു സർവായുധ വർഗത്തിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ പ്രാർത്ഥന എന്നുകൂടി അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നെ പ്രാർത്ഥനയിൽ അപ്പോസ്തലനായ പൗലോസ് തന്നെ ആ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ ഒരു ഗൗരവമേറിയ വാക്യമുണ്ട്. അതിൽ 4-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിലിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിച്ചാൽ മതി. അല്ലാതെ പിടിച്ചു പറിക്കാൻ തൊക്കെന്നുള്ള പ്രാർത്ഥനയുടെ ആവശ്യമില്ലെന്നായി പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. യേശു ക്രിസ്തു പറഞ്ഞില്ലേ, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് അറിയാം. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ഒരിക്കൽ ഒന്ന് സ്തോത്രത്തോടെ ഒന്ന് ദൈവത്തോട് ഓർപ്പിച്ച് ഒന്ന് അറിയിച്ചാൽ മാത്രം മതി. എങ്കിലും അത് പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ അവിടുത്തെ തിരുവിഷ്ടം എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കണമേ, അങ്ങനെ ഇഷ്ടത്തിനായി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു സമർപ്പണവും കൂടി നടത്തിയാൽ ദൈവത്തിന് അത് കൂടുതൽ പ്രസാദകരമായിരിക്കും. ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ അത് വരട്ടെ. ദൈവത്തിന് ഇഷ്ടത്തിന് അപ്പുറത്ത് പിടിച്ചു പറിച്ച് വാങ്ങിക്കണമെന്ന വാശിയോടെ 21 ദിവസം 40 ദിവസം ഉപവസിക്കുന്ന വിവരം കേട് വാസ്തവത്തിൽ വചനവിരുദ്ധമെന്നല്ലാതെ എന്തു പറയേണ്ടു? അത് പൈശാചികമാണ്, ഒരിക്കലും ദൈവത്തിൽ നിന്നുള്ള ദൈവാലോചനയുടെ ഭാഗമേ അല്ല. വാസ്തവത്തിൽ നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും എന്നൊക്കെ പറഞ്ഞാൽ എന്തിനു വേണ്ടി ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്? ഓരോ കാര്യസാധ്യതയ്ക്ക് വേണ്ടി, വീട് വാങ്ങാൻ, കടബാധ്യത മാറാൻ, വിദേശ തുടങ്ങിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപവസിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടൊന്ന് അറിയിച്ചാൽ മാത്രം മതി. പിന്നെ നമ്മുടെ നന്മ തടയുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉള്ള നമ്മുടേതോ പൂർവ്വപിതാക്കന്മാരുടേതോ ആയ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നെടുമ്പാട് വീട് നിലവിളിക്കാം. അതിനു വേണ്ടി 2-3 ദിവസം ഉപവസിക്കുന്ന ഒരു തെറ്റുമില്ല. യേശുക്രിസ്തു പോലും നമുക്കറിയാവുന്ന 40 ദിവസം ഉപവസിച്ച ശേഷമാണ് ശുശ്രൂഷ തുടങ്ങിയത്. അത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ ഒരുക്കമായിരുന്നു. അതുപോലെ മോശയാണെങ്കിൽ 40 വട്ടം
ഒന്നും കഴിക്കാതെ ദൈവസന്നിധിയിൽ ചെലവഴിച്ച ചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ട്. ഉപവസിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ഏതോ കാര്യസാധ്യത്തിന് വേണ്ടി അല്ല ഉപവസിക്കേണ്ടത്. ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി നിങ്ങൾ ഉപവസിക്കൂ, പ്രാർത്ഥിക്കൂ. ദൈവസ്നേഹം കൊണ്ട് നിറയുവാൻ, ദൈവിക സത്യങ്ങൾ ഗ്രഹിപ്പാൻ, പരിശുദ്ധാത്മ തുറക്കാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കൂ. അങ്ങനെയുള്ള ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. അല്ലാതെ ഏതോ കാര്യത്തിന് എന്താ നിസ്സാര വിഷയങ്ങൾ, അത് വേണം ഇത് വേണമെന്നും പറഞ്ഞ് നിലവിളിക്കുന്ന കൊച്ചു പിള്ളേരെ പോലെ നിലവിളിക്കുന്നത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും പ്രേരണ പരിശുദ്ധാത്മാവ് കരുതുകയും ചെയ്യട്ടെ. എനിക്കതിനെപ്പറ്റി അഭിപ്രായം പറയാനില്ല. ഏതായാലും അതൊന്നും അത്ര വചനത്തിന് യോഗ്യമായ നടപടിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ദൈവപൈതലിന്റെ അനിവാര്യമായ ദിനചര്യയാണ് പ്രാർത്ഥന. നമുക്കറിയാമല്ലോ, യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല മാതൃക. അത് നമുക്ക് അനുകരിക്കുന്നീയമാണ്. പലരും പരസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുന്നത് കാണാം. അത് ശുദ്ധ പോഷകം എന്നല്ലാതെ എന്ത് പറയേണ്ടു. വിവരമുള്ളവർ അങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. തിരുവചനത്തിലെ പ്രാർത്ഥനാ രീതികൾ ദൈവജനം ഗ്രഹിച്ച് അതിന് പ്രകാരം പ്രാർത്ഥിക്കേണ്ടതാണ്. നെഹമ്യാവിന്റെയും ദാനിയേലിന്റെയും ഒക്കെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നത് നല്ലതാണ്. എഫേസ്യലേഖനം 1-ാം അധ്യായത്തിന്റെ 17 മുതൽ 19, 3-16 മുതൽ 19 വരെ, 6-18, കൊളോസ്യർ 1-9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വായിച്ച ശേഷം ആ നിലയിൽ അത് അനുകരിച്ച് ആ നിലയിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശൈലിക്കൊരു മാറ്റം വന്നാൽ അത് വളരെ നന്നായിരിക്കും എന്ന് മാത്രം എനിക്ക് അഭിപ്രായം പറഞ്ഞ് ഞാൻ ആ ഭാഗം വരികയാണ്. പ്രത്യേകിച്ച് ഇതിലൊക്കെ ഉപരി മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 9 മുതൽ 13 വരെയുള്ള കർത്താവ് പഠിപ്പിച്ച ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായും കൃത്യമായ കർത്താവ് നമ്മെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് അനുകരണീയമാണ്. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയുടെ ആഴവും രീതിയും മത്തായിയുടെ സുവിശേഷം 26-ന്റെ 36 മുതൽ 44 വാക്യങ്ങളിൽ നമുക്ക് കാണാം. യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതും രാവിലെ പ്രാർത്ഥിച്ചതും പത്രോസിനെ പാറ്റിക്കളയാതിരിക്കാൻ അപേക്ഷിച്ചതും തുടങ്ങി ധാരാളം പ്രാർത്ഥനകളെ പറ്റിയുള്ള പരാമർശങ്ങൾ തിരുവചനത്തിൽ കാണാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിപരിതവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് തന്നെ മാതൃകയാക്കിക്കൊണ്ട് പ്രാർത്ഥനാ ജീവിതം നയിപ്പാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വിഷയമായി പിന്നീട് നമുക്ക് കേൾക്കാം.